സാധനം കണ്ടോ? പഴയ കാലത്ത് മറ്റേ സ്വർണം സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പൂട്ടി മറ്റേ കുതിരപ്പുറത്ത് കെട്ടി വലിച്ചുകൊണ്ടോണല്ലേ, ആ സംഭവമാണിത്. പക്ഷെ എന്താല്ലേ, എത്ര പഴക്കമുണ്ടാവും ഇതിനൊക്കെ. ഒരു ബുദ്ധൻ്റെ ഇത് കണ്ടോ, ഉള്ളിക്ക് ഇങ്ങനെ പ്രൊജക്ഷന് വരെ ഉള്ളിക്ക് ഇങ്ങനെ നിൽക്കണത്. എന്താല്ലേ. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡു തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അതിനകത്ത് കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കിട്ടുന്ന കേട്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു KTM Adventure 250 കാണാവുന്നതാണ്. സോ നമ്മളങ്ങനെ വാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇതാടാ സ്ഥലം. ഇവിടെ എന്തോ കൊട്ടാരം പോലത്തെ എന്തോ ഗേറ്റ് എന്തോ സെറ്റപ്പ് കാണാണ്ട്, പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സംഭവമാണ്. അതുപോലെ ഇതും അതുപോലത്തെ എന്തൊക്കെ സംഭവമാണ് തോന്നുന്നത്. കാരണം കവാടം തന്നെ നല്ല കിടു സെറ്റപ്പാ. അപ്പോൾ സിറ്റി ആണാകുമ്പോൾ ഇവിടുത്തെ സിറ്റിയാണ്, കടകൾ. അടുത്തൊരു മാളാട്ടോ, ആ എൻഡിൽ കാണുന്ന മാളാണ്. പിന്നെ അതിലൂടെ ഇവിടെ കുറേ ഷോറൂമുകളുണ്ട്, ലിവ്സിൻ്റെ, അഡിഡാസിൻ്റെ. കൊള്ളാകുമ്പോൾ നമ്മൾ തെരുവിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും കാണാൻ സൈഡിൽ. കൊള്ളാട്ടോ. അപ്പോൾ സിറ്റി ചില ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ. കൊള്ളാട്ടോ. ഈ ഏരിയ കുറച്ചും കൂടി അടിപൊളിയാകുമ്പോൾ കുറച്ചൊരു ചെറിയ രീതിയിൽ പോഷായിട്ടുള്ള ഏരിയ ഉണ്ടാകുമ്പോൾ ഫുള്ള് ബാക്കിലുണ്ടാവും കോഫി ഷോപ്പ്, അത് ഇത് KFC അങ്ങനെയൊക്കെ ഉള്ള ഏരിയ നമ്മൾ. ഇതാകുമ്പോൾ എനിക്ക് ഇഷ്ടമായി. ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ബാസ്കിൻ റോബിന് ഇങ്ങനെ കോഫി ഷോപ്പ് നൈസ് ആകുമ്പോൾ ഡിസൈനൊക്കെ കാണാനുള്ളതുണ്ടാവും. ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാവും, 50 രസം ഉണ്ടാകുമ്പോൾ കാണാൻ. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു വേറെ വൈബ് സ്പോട്ട് പോലെ. നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ. നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി. ഫുള്ള് നമ്മൾ ബാംഗ്ലൂരിൽ തെരുവിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെയൊക്കെ ഉണ്ട്. കണ്ട അങ്ങനെ വന്നപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട ഒരു ടെമ്പിള്. അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ടെമ്പിള് അന്നപൂർണ ടെമ്പിളാട്ടാകുമ്പോൾ. പിന്നെ ഇവിടെ കണ്ട ഈ ഒരു പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ട ഇവിടെ ആർച്ച് പോലെ ഇങ്ങനെ സംഭവം പഴയ കെട്ടിടമാണ് ഈ കാണുന്നത്. കണ്ടോ എന്താല്ലേ. അതൊക്കെ നടന്നു വന്നപ്പോൾ അടുത്തൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, ബുദ്ധൻ്റെ. ഇവിടുന്ന് റൈറ്റാ. ഇതൊന്ന് സ്ക്രീനോ, ഈ സ്ക്രീനൊക്കെ കാണാം. അതിലിങ്ങനെ നടന്നു വന്ന് ഇത് എത്തിയപ്പോൾ ഉണ്ടോ ഇവിടെ ഒരു പഴയ ടെമ്പിൾ. അതിൻ്റെ വളരെ പഴക്കമുള്ളതാട്ടോ. നടന്നു വന്ന വേറെ സംഭവം അങ്ങനെ ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ വണ്ടികളൊക്കെ മേത്ത് കൂടി കയറുന്നുണ്ട്. ഇവിടെ സൈഡിൽ നിന്ന് എത്തിയിട്ടോ. ഇവിടെ കുറേ ആർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആർട്ട് ആൻറ്റി ക്രാഫ്റ്റ് ഷോപ്പാണ് കേട്ടോ അത്. ഇതിനകത്തുണ്ട് പഴയ ലോക്ക് സിസ്റ്റമൊക്കെയാണ് ഈ കാണുന്നത്. പഴയ ലോക്ക്, പിന്നെ അതുപോലെ പഴയൊരു വളക്കുണ്ട്. ഞാൻ കാണിച്ചത് നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് ഗ്ലാസ്, ഇതിൻ്റെ മേലെ ഗ്ലാസ് വെച്ച് കത്തിച്ചൊരു ടൈപ്പ് വളക്കാണ് ഈ കാണുന്നത്. എന്താല്ലേ, പണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ വെക്കുന്നില്ലേ. ഇതേട്ടാ നേരത്തെ നമ്മൾ കണ്ടത്, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് കടയിൽ. അതിന് വീഡിയോ എടുക്കാൻ മറന്ന് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ പൊക്കോണ്ട് കേട്ടോ. കൊണ്ടുവേ സ്ട്രീറ്റ് ആണുമ്പോൾ കടകളൊക്കെ അടച്ചു തുടങ്ങി, നേരത്തെ അടച്ചിട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വന്നത് ഇങ്ങനെ പൊക്കോണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പൊക്കോണ്ട് കേട്ടോ. റോട്ടിൽ കൂടി പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിലുണ്ടോ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. നമ്മളൊരു വേറെ ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുക. വേറെ ലെവൽ ഏരിയ കേട്ടോ. ആകുമ്പോൾ ഒരു രക്ഷയില്ല, ഭീകര ഏരിയയാണ്. വേറെ ലെവൽ സ്ഥലങ്ങളുണ്ടോ. പഴയ വിൻറ്റേജ് ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതിന് ശേഷം പണിഞ്ഞിട്ടൊന്നുമില്ല. കൊള്ളാം. എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു നേപ്പാളത്തെ ഒരിത്. അയ്യോ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടോ. അതെന്താ പോയി ഡ്രോണോ, അതെന്താ പോണോ ഡ്രോണോ, എന്തൊക്കെ സാധനമൊക്കെ പറന്നു പോകുന്നുണ്ടോ ആകാശത്ത് കൂടി. എന്താ സംഭവം അറിയില്ല, നോക്കട്ടെ. പിന്നെ വേറെ ഷോപ്പിൽ വന്നാണ്ട് അവിടെ മറ്റേ സ്വീറ്റ് വാങ്ങാണ്ട് ഇങ്ങനെ സ്വീറ്റൊക്കെ വാങ്ങി വെച്ചിട്ട്, പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് ബാഗ്സ്. അപ്പോൾ എല്ലാം വാങ്ങി വെച്ച് സെറ്റാക്കിയിട്ട് ഇനി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം. ഇവിടെ ടേബിളിൽ മെനു ഉണ്ട്, ജേഷം ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനി ഫുഡ് ഓർഡർ ചെയ്യണം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് ഒരു ഉറക്കം. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റാണ്ട് എയർപോർട്ടിൽ പോയിട്ട് നേരെ തിരിച്ച് ദുബായിലെത്തിയതിനു ശേഷം പിന്നെ 2 ദിവസം ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ശനി ഞായർ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണം. നാട്ടിലത്തെ വീഡിയോ ഇതിലിട്ടും കഴിഞ്ഞിട്ടില്ല, എഡിറ്റ് ചെയ്താണ്ട്. അപ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഷെയർ ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ എല്ലാവരും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി വീഡിയോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടോ? ഫുഡ് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ്? അത് ദഹിപൂരി എന്ന് പറയും. ഇത് ദഹിപൂരി. ഇത് സമൂസ ചാട്ട്. ഇത് മറ്റേ പാനിപൂരി, മസാലപ്പൂരി, ബേപ്പൂരി, ആ സാധനം. തൈരും കൂടി വേണം അല്ലേ ഇതിനകത്ത്? എങ്ങനെയുണ്ട്? ഇത് രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് സാധനം. പിന്നെ ഇത് വേണ്ട ആവശ്യമില്ല, ഇത് മതി നമുക്ക്. നല്ല ജ്യൂസ്. നീയല്ലേ പറയണേ? കേട്ടോ ഞാൻ വെറുതെയിട്ടാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി ടാക്സി വിളിച്ചാൽ വന്നത് നമ്മൾ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് ഉറക്കക്ഷീണം ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റാണ്, നല്ല പുലർച്ചെ എണീക്കണം. അറേബ്യയാണ്. ഓൾറെഡി ഓൺലൈൻ ചെക്കിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തില്ല സീനായിരിക്കും. സോ കാഠ്മണ്ഡുവിൽ നേരെ ഷാർജയിലോട്ട് കയറും. പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ, ഹാപ്പിയാണ്. നമ്മുടെ എത്രയാണ് ചിലവായത്, ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടാം. കാരണം ഞങ്ങൾ കുറച്ചൊന്ന് റിച്ച് ആയിരുന്നു. പക്ഷേ കൺട്രോൾ ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. പക്ഷേ സാധാരണ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ അത്രയൊന്നും ചിലവ് വരില്ല. പക്ഷേ നമ്മൾ കുറച്ച് ദൂരത്തായിപ്പോയി. കുറേ പർച്ചേസിങ്, നല്ലൊരു എമൗണ്ടിന് പർച്ചേസിങ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു സന്തോഷം. 5ാമത്തെ ദിവസമാണ് നമ്മൾ റിട്ടേൺ കയറുക കേട്ടോ. തിരിച്ച് ദുബായിലോട്ട് റിട്ടേൺ കയറുകയാണ്. അപ്പോൾ നമുക്ക് ടൈം അധികം ഇല്ലാത്ത കാരണം ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് റൂമിലെത്തിച്ചിട്ടുണ്ട്. സോ അത് കഴിക്കട്ടെ. ഇതാണ് ടംബം അവർ പാക്ക് ചെയ്ത്. അവിടെ പോയി കഴിക്കാൻ അടിപൊളി ബൊഫേ കാര്യങ്ങളെല്ലാം അടിപൊളി ഫുഡുകളുണ്ട്. പക്ഷേ നമുക്ക് ടൈമില്ലാത്ത കാരണം അവരിവിടെ എത്തിച്ചാണ്. സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് 2 എഗ്ഗ്, പഴം, ജ്യൂസ്, ഇത്ര ഐറ്റംസ് കേട്ടോ. നമ്മൾ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. പിന്നെ വേറെ 2 ടീമും കൂടി വരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലോട്ട് പോകും. ചെക്കിങ് ഒക്കെ കഴിഞ്ഞാണ്ട് എയർപോർട്ടിനുള്ളിലെത്തിക്കാം. ഫ്ലൈറ്റ് ഏകദേശം 9 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം 7:24 ആയിട്ടുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. നല്ല ക്ഷീണം ഉണ്ട്, ഉറക്കം പെട്ടെന്ന് രാവിലെ എണീറ്റൊരു ഉറക്കക്ഷീണമുണ്ട്. റൂമിൽ പോയിട്ടൊന്ന് കടന്നിറങ്ങണം. കുറേ ടാസ്കുകളുണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. ഭയങ്കര ഹാപ്പിയാണ്, സെയിം ടൈമിൽ ടയേർഡുമാണ്. സ്വാഭാവികം, കുഴപ്പമില്ല. ഹാപ്പി. ഇനി ദുബായിൽ ഷാർജയിലെത്തി. ഷാർജയിൽ നിന്ന് ടാക്സി വിളിച്ച് റൂമിൽ പോയി അച്ഛന്മാരെ അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ടു ഷാർജ, പിന്നെ അവിടെ നിന്ന് ടാക്സി വിളിച്ചാണ് നേരെ ദുബായിലോട്ട്. എയർപോർട്ട് പോസ്റ്റ് ആകുമ്പോൾ ഏറ്റവും ചടപ്പുള്ള കാര്യമാണ് ഈ ട്രാവലിങ്. നല്ല ഫോഗ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ട്, നല്ല ക്ലൗഡാണ്. അപ്പോൾ ലെറ്റ്സ് സീ. ഇതുകൊണ്ട് ലോങ്ങിലുണ്ടോ ഫോഗ്, അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ട്. തീർത്തും ക്ലിയർ ആയിട്ടില്ല, ക്ലിയർ വെതറല്ല അപ്പോൾ ആക്ച്വലി. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ വലിയ സീനില്ല. പൊക്കാറൊക്കെയാണ് ഈ കണ്ടീഷനാണ് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ലാൻഡിങ്ങും ഫ്ലൈയിങ്ങും ടൈസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ബസ് എടുക്കാൻ പോകട്ടെ. ഉറക്കക്ഷീണുണ്ട്, അന്യായ ഉറക്കക്ഷീണാണ്. നമ്മളിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഫ്ലൈറ്റിൻ്റെ അടുത്ത്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബസ്സും, പിന്നെ ഡൊമസ്റ്റിക് ആണെങ്കിൽ പഴയ ടാറ്റ അല്ലെങ്കിൽ അശോക് ലൈലാൻഡ് ബസ്സാണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അന്യായ ക്യൂ ആണ്, ഇവരുടെ റെഡി ആയിട്ടില്ല. കട്ട പോസ്റ്റാണ് നോക്കിലുണ്ടോ. ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ. ഈ കാണുന്നത് കേട്ടോ, വെതർ കുഴപ്പമില്ല. ഇതാട്ടോ ഈ കാണാണ് വരി, നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്, ഈ കാണാണ് വരി. തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എയർപോർട്ടിന്റെ പേര് ത്രിഭുവൻ എയർപോർട്ട്. നമ്മളങ്ങനെ ഫൈനലി ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. കയറി ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ നൈസായിട്ട് ഉറപ്പിറങ്ങണം.
കേട്ടോ. ഏകദേശം 11 മണിയായി. കാഠ്മണ്ഡു ടൈം, അതായത് നേപ്പാൾ ടൈം 11 മണിയായി. ദുബായ് ടൈം ഏകദേശം ഒരു 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞു, 9:10. അപ്പോൾ ദുബായ് ടൈം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും നമ്മൾ. ഉറക്കം വരുന്നില്ല കേട്ടോ, കുറേ നേരം പടം കണ്ട് സമയം പോകുന്നില്ല. ഫ്ലൈറ്റിൽ യാത്ര ശരിക്കും പോകാം. അച്ഛന്മാരങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് തുടങ്ങിട്ടോ. ലാൻഡ് ചെയ്ത് തുടങ്ങി. ഇവിടെ ഉറക്കം കുറേ ശ്രമിച്ചു, ഉറക്കം വന്നില്ല. ചെറിയൊരു 2 ഇന്നത്തെ ഉറക്കങ്ങൾ എന്തെങ്കിലുള്ളൂ. എപ്പിസോഡായിട്ടുള്ളത് ഉറക്കം കിട്ടിയില്ല. റൂമിലെത്തി ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കണം. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ നടന്നുകൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. 47 ഡിഗ്രി ഉണ്ട് ചൂട് പുറത്ത്. നല്ല ചൂട് കൂടിയിട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്. സോ നമ്മൾ ഫൈനലി ഷാർജയിലെത്തി. ഇനി ഇവിടുന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഗേജ് കിട്ടിയതിന് ശേഷം അവിടെ നമ്മൾ പുറത്ത് കിടന്ന് ടാക്സി എടുത്ത് നേരെ ദുബായിലോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ കിടന്നു. അങ്ങനെ നമ്മള് നമ്മുടെ ബാഗൊക്കെ കിട്ടി പുറത്തിറങ്ങിട്ടാ. അന്യായ ചൂടാണ് സുഹൃത്തുക്കളെ, അന്യായ ചൂടാണ്. ഓ പൊള്ളണോ. കുറെ ദിവസം അവിടെ പോയി ഇങ്ങോട്ട് വന്നപ്പോളേ ഇവിടുന്ന് ഒരു 2-3 ദിവസം പിടിക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒന്ന് ചേലാവാൻ. പൊളി ആ ചൂട് കാറ്റ് ആവി അടിക്കുന്നുണ്ട്. ഓ ഭീകരം. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി നമുക്ക് ടാക്സി പിടിക്കണം, ഇവിടുന്ന് ചാടണം. അങ്ങനെ നമ്മൾ ടാക്സി പിടിച്ച് ഇറങ്ങി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഷാർജയിൽ നിന്ന് നേരെ ദുബായി പോയി നമ്മളെത്തിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ജേഷ് ടൈമിൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് കുളിച്ചിട്ട് നൈസായിട്ട് കയറി കിടക്കുക. നല്ല അടിപൊളി സ്ലീപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ്ങിൽ എണീറ്റിട്ട് ഒരു ചായ കടിച്ച് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കയറി കിടക്കുക. ഒരേ പൊളി. എന്നിട്ട് രാവിലെ ഡ്യൂട്ടി പോകാം. രാവിലെ ഡ്യൂട്ടി പോകണം. പിന്നെ വ്യാഴം വെള്ളി ഡ്യൂട്ടി ഉണ്ട്. കഴിഞ്ഞാൽ അതിന് ഞാൻ പിന്നെ ഓഫാണ്, പിന്നെ കിടന്നുറങ്ങാം. പിന്നെ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ട്രാവലിംഗ് വീഡിയോസ് നേപ്പാൾ വീഡിയോസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നിവീൻ ആശം വിളിക്കുന്നുണ്ട് കേട്ടോ.